ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഓടി വായോ. ഇന്ന് ഞാനേ കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ കിച്ചണിലോട്ട് മേടിച്ചതെന്ന് നോക്കാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോളത്തിൻ്റെ പുട്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം മേടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത് മേടിച്ചാണ്. അത് കഴിഞ്ഞ് നമുക്കടുത്തത് അവിലാണ്. പിന്നെ കുറച്ച് 2 കുപ്പി എണ്ണ മേടിച്ചു. പിന്നെ നമ്മുടെ റാഗിയാണ് കേട്ടോ. ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ചായപ്പൊടി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. അതുപോലെ തന്നെ മേടിച്ചതാണ് നമുക്ക് കപ്പലിൻ്റെ കുരു, പിന്നെ സോയ. അത് ഇവിടെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. പിന്നെ കപ്പലിൻ്റെ കുരു വെച്ച് വേറൊരു പുഴുങ്ങിയിട്ട് വേറൊരു റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടാം. പിന്നെ സോപ്പ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് സോപ്പ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾക്ക് കറി പൗഡറൊക്കെ വേണമല്ലോ. അച്ചാർ പൊടി, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ മേടിച്ച്. പിന്നെ ഒരു സൺറിച്ചിൻ്റെ, അതും പ്രൊമോഷനല്ല, പ്രത്യേകം പറയണേ. പിന്നെ നമ്മുടെ മുളക് പൊടി അത് മേടിച്ചു. പിന്നെ അത് പുട്ടുപൊടിയാണ്. ഞാൻ റവയാണെന്ന് വെച്ചാണ് എടുത്തത്, പക്ഷെ മാറിപ്പോയി. പിന്നെ ചെറുപയർ അത് മുളപ്പിച്ച് കഴിക്കാറുണ്ട്. പിന്നെ പുളി, അതെന്തായാലും വേണ്ട സാധനമാണ്. പിന്നെ ശർക്കരയും മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ശർക്കര കുറച്ചാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഒരു കോൾഗേറ്റ് പേസ്റ്റ്, ഉഴുന്ന്, ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ഉഴുന്ന് വേണമല്ലോ. പിന്നെ പയർ, പിന്നെ കടല, അത് വെള്ളക്കടലയാണ് കേട്ടോ മേടിക്കാറ്. പിന്നെ ചൊവ്വരി മേടിച്ചു കേട്ടോ, പായസം ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ എന്തിനോ വേണ്ടി മേടിച്ചാണ് കൂവപ്പൊടി, ബേക്കിംഗ് സോഡ എന്ന് വെച്ചാണ് എടുത്തത്, പക്ഷേ അത് നമ്മളത്തെ ടാഗ് പോലത്തെ പേര് നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ ഇതെന്തുട്ടാണാവോ, അയമോദകം. പിന്നെ നമ്മുടെ കുരുമുളക്, അതെന്തായാലും വേണം ഇവിടെ കുരുമുളക്. മുട്ട പുളിസയൊക്കെ അടിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളതാണ്. പിന്നെ ചിക്കൻ മസാല, അതും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ള പുട്ടുപൊടിയാണ്. പിന്നെ ഗ്രീൻ പീസ്, പരിപ്പ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് വേണ്ടാണല്ലോ. കറുത്ത കടലിനേലും കൂടുതൽ ഇഷ്ടം ഇവിടെ വെള്ളക്കടലയാണ്. അതുകൊണ്ട് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. പിന്നെ പഞ്ചസാരയും കുറവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം ചായയിലൊക്കെ പഞ്ചസാര ഇപ്പോൾ കുറച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കണത്. എന്നിട്ട് നമ്മുടെ ഉലുവ, അത് നമുക്ക് മെയിനായിട്ട് വേണ്ടാണ്. ഹെയർ കെയർ ചെയ്യുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉലുവ ചിലവാകുന്നത്. പിന്നെ സാമ്പാറും പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് മേടിക്കണതാണ്. പിന്നെ നമ്മുടെ റസ്ക് വീറ്റിൻ്റെ റസ്ക്കാണ് കേട്ടോ. അത് പിന്നെ ഞാൻ വെജിറ്റബിൾസും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഏകദേശം ഒരുവിധം എല്ലാ വെജിറ്റബിൾസും മേടിക്കാറുണ്ട്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കാണാം, മത്തങ്ങ, പിന്നെ വെണ്ടയ്ക്ക, അതുപോലെ തന്നെ കുക്കുംബർ, പിന്നെ കൈപ്പയ്ക്ക, എന്താണിത്, കൊത്തമല്ലിയാണ്, നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് പറയണേ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, സവാള ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബീൻസ്, ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് മേടിച്ചാണ്, പക്ഷെ കൂടിപ്പോയി. അങ്ങനെ സോപ്പ് പൊടി ഞങ്ങൾ പിന്നെ എന്താണ് ഉപ്പ് മേടിച്ച്, സോപ്പ് പൊടി ഇത് ഫസ്റ്റ് ടൈമായിട്ടാണ് യൂസ് ചെയ്യണേ. പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, പ്രത്യേകം പറയണേ. പിന്നെ അതുപോലെ തന്നെ അരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെളിച്ചെണ്ണ മില്ലിൽ നിന്നിട്ട് മേടിക്കാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.